ഹലോ. വെറുതെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നന്ദനിന്ന് ആനയെ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ആനയെ ചാർജ് കയറണമല്ലോ. അപ്പോൾ ഹരിച്ചേട്ടൻ ഈ ആനയെ നോക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ അഴിക്കാമെന്ന് പറഞ്ഞ് കയറി. അഴിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ആന അഴിച്ചെടുക്കാൻ പറ്റി. ആന അഴിച്ചു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യങ്ങളൊക്കെ ചെയ്ത് പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ പരിപാടികളൊക്കെ ആയല്ലോ. പരിപാടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് ആ ഒരു സൈഡിലൊരു മുഴ ഞാനായിട്ട് വരുത്തി വെച്ചതല്ല, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞാനായിട്ടൊന്നും ആക്കിയതല്ല. അതൊക്കെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതല്ലേ. പക്ഷെ ഞാൻ ഈ ആനയ്ക്ക് ചാർജ് എടുത്ത അന്ന് തൊട്ടിട്ട് പരാതിയാണ്. ആനയ്ക്ക് അവിടെ മുഴയുണ്ട്, അതിന് പരാതി, ഇവിടെ മുഴയുണ്ട്, അതിന് പരാതി. അതിൻ്റെ ഇടയിൽ ആറാട്ടുപുഴയിൽ പരിപാടിയുടെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്കൊക്കെ ആറാട്ടുപുഴ ശാസ്താവിനെയൊക്കെ ഇന്ന് കയറ്റി എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ആനപ്പണിക്ക് ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി. എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ആറാട്ടുപുഴ ശാസ്താവിനെയോ അല്ലെങ്കിൽ തൃപ്രയർ ദേവരെയോ ഒന്ന് കയറ്റി എഴുന്നള്ളിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ആ സമയത്ത് ഹരിച്ചേട്ടൻ്റെ കയ്യിൽ ആന നിൽക്കുന്നത് കൊണ്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിന് ആനകൾ കുറവായത് കൊണ്ടും പുറത്ത് വലിയ വലിയ ആനകളൊക്കെ പുറത്ത് പരിപാടികളായതുകൊണ്ടുമാണ് ഞങ്ങൾക്കൊക്കെ, അതായത് എന്നെ പോലെയുള്ള ആനക്കാരനും എന്നെ പോലെയുള്ള ഒരു ആനയ്ക്ക്, അതായത് എല്ലാ സദസ്സിൽ നിന്ന് അവഗണിച്ച് ഒഴിവാക്കി വിട്ടാർന്ന ഒരു ആനേനെ ആ ഒരു സദസ്സിലൊക്കെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കാനായിട്ട് നമുക്ക് പറ്റിയത്. ഹരിച്ചേട്ടൻ അവിടെ അത്രയും കണക്ഷനുള്ള കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഈ 10 ദിവസവും നമ്മൾ ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ അങ്ങനെ അത്ര ആക്കി ഒരാനെ നമ്മൾ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ തിരുമേനിമാർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമത്. അമ്പലത്തിൽ നിന്ന് ചടങ്ങുകളൊക്കെ കഴിച്ച് ആന കോലം കയറ്റി നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള ഒരാൾ പോലും ആനയെ തൊടാൻ പാടില്ല. അശുദ്ധിയാവാതെ വേണം ആന എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ എന്നാണ് പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ പ്രാവശ്യം അങ്ങനെ ഒരു ആഗ്രഹം. തൃപ്രയർ തേവര ആറാട്ടുപുഴ ശാസ്താവിനെ കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ വേറൊരു ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാർ ആനയെ തൊടാതെ ആന അശുദ്ധിയാവാതെ ആ ഒരു ചൈതന്യത്തോട് കൂടിയിട്ട് ഭഗവാനെ അല്ലെങ്കിൽ ആ കയറ്റി ചടങ്ങുകളൊക്കെ കഴിച്ച് അങ്ങനെ തന്നെ അകത്തേക്ക് അങ്ങനെ എനിക്കൊരാഗ്രഹം. അപ്പം തലേദിവസമൊക്കെ ഈ പിള്ളേരുകളൊക്കെ മാറ്റി വെച്ചിട്ട് പിള്ളേരെ മാറിക്കട നീങ്ങിക്കട തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരും പിന്നെ നമ്മുടെ ആറാട്ടുപുഴയിലുള്ള ഹരിച്ചാറിൻ്റെ കൂട്ടുകാരും ആൾക്കാരെല്ലാവരും കൂടി സഹകരിച്ച് ആരും തൊടാതെ ഞങ്ങൾ അത്രയും ഭംഗിയാക്കിയ പരിപാടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ചേട്ടായിയാണെങ്കിൽ എനിക്ക് അറിയണ വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മനു എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുകാരുണ്ട് ആലുവയിലുള്ളതാണ്. ആ കൂട്ടുകാരനാണ് ഈ ചേട്ടായി. പുള്ളി വേറൊന്നും വിചാരിച്ചില്ല. ആന അവിടെ നിന്നപ്പോൾ ഒരു വാഴപ്പുണ്ടി കിടക്കുമ്പോൾ നേരെ കൊണ്ടുവന്ന് വായിൽ വെച്ച് കൊടുത്തു. അതും ആന ആയൊരു എരണ്ടത്തിൽ കിടന്നിറന്ന ഒരു വാഴപ്പുണ്ടി കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ആനയുടെ വായിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ആ സൈഡിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്ഥലം, ഇത്ര ജനങ്ങൾ അവിടെ നിൽക്കണു. പിന്നെ ഈ ആരും തൊടാതെ സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം എൻ്റെ അപ്പനൊക്കെ ഇത്രയും വർഷമായി പണിയിരുന്നിട്ട് എൻ്റെ അപ്പനൊന്നും സാധിക്കാൻ കിട്ടിയില്ല. അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് അത് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് തൃപ്രയർ ദേവരെയും ആറാട്ടുപുഴ ശാസ്താവിനെയും ഞാൻ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആനയുടെ മുകളിൽ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് എഴുന്നള്ളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും കാലത്തെ 1, 2 അല്ല 10, 26, 27 വർഷത്തെ ഒരാഗ്രഹമാണ് എനിക്ക് കോലം കയറ്റി ഒന്ന് എഴുന്നള്ളിക്കണം എന്നൊക്കെ. അപ്പം ആരും പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് തൊടത്തിലേർത്ത് കൊണ്ടല്ല. പുറത്തുനിന്ന് നിങ്ങൾ ചിലപ്പോൾ മറ്റേ ഇറച്ചി മീൻ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്ന. ആനനെ കണ്ട് കൗതുകത്തിനും തൊട്ടു. ചിലപ്പോൾ അപ്പോൾ ആന അശുദ്ധിയാവും. 2 എണ്ണം കഴിച്ചിട്ടോ വരുന്ന ആൾക്കാരാണോ ഇറച്ചി മീൻ തിന്നിട്ട് വന്ന് അതിന് തൊട്ടാൽ അശുദ്ധിയായില്ലേ. അപ്പം അങ്ങനെ ആരും തൊടാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അത്രയും നേരം ഞങ്ങൾ ഉറക്കമുളച്ച് ഇരുന്ന് ഞങ്ങളുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഒറ്റ നിമിഷം കൊണ്ട് വന്നിട്ട് ആ ചേട്ടായി എനിക്ക് ആ എരണ്ടത്തിൽ നിന്ന് വെച്ച വാഴപ്പുള്ളി വെച്ച് വായിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ആന അശുദ്ധിയായി. അപ്പം എനിക്ക് ദേഷ്യം വന്നു. എനിക്കാണെങ്കിൽ ഡിപ്രഷൻ്റെ അസുഖം ഉണ്ടല്ലോ, അതങ്ങോട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ടല്ലോ, അതിന് എന്തൊക്കെ മേളായിരുന്നു. ഈ സത്യാവസ്ഥയിൽ ഈ കാര്യങ്ങൾ ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ലാണ്ടോ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തി നടത്തും. നമുക്കൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഈ ആനയും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഇന്ന ഭഗവാൻ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആന എഴുന്നള്ളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ ആന എഴുന്നള്ളിക്കണം. എനിക്ക് അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ. പിന്നെ
എല്ലാം തികഞ്ഞ് കയ്യും കാലും ഉള്ള നല്ല 10 അടി പൊക്കമുള്ള ഒരു ആനയെ കൊണ്ടല്ല പൂരപ്പറമ്പിലേക്ക് വരുന്നത്. എനിക്ക് കിട്ടുന്ന ആനകൾക്കൊക്കെ അതിൻ്റെതായ അംഗഭംഗങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോഴും ഹരിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മാറാം, ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ഈ എന്താ പറയുക, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ അതായത് ഒരു വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒന്ന് വീഴാൻ കാത്തിരിക്കണ ഇഷ്ടം പോലെ ആൾക്കാരുകൾ ഇങ്ങനെ നേരെ അത്രയ്ക്കധികം ആൾക്കാരുകൾ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് നേരിട്ട് പരിചയം അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാത്ത ആൾക്കാരുകളാണ് വന്നിട്ട് എന്നെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവരോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പോയോ? ആ ആന അതിക്ക് മുമ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അത് ഈ പറഞ്ഞ അംഗഭംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ? ഞാനൊരു സൈഡിൽ നിന്ന് മാറ്റി 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 ആനേനെ ക്ലിയർ ആക്കിയല്ലേ കൊണ്ടുവരണേ, ഞാൻ നശിപ്പിക്കുകയല്ലല്ലോ ചെയ്യണേ. ഒരാനയെ നന്നാക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടൊന്നും എനിക്ക് മാത്രമല്ല അതിൻ്റെ മുതലാളിക്ക് ഉണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു തരണം, അതിന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം, അതിനുള്ള സാധനങ്ങൾ വിലയുള്ളതും മരുന്നുകൾ കാര്യങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് നല്ല ചിലവുണ്ട് ഈ കേസിനൊക്കെ. അപ്പം ഞാനത് രക്ഷപ്പെടുത്തിയെടുക്കല്ലേ ചെയ്ത്. അപ്പം അത് എനിക്കെതിരെ പരാതിയോട് പരാതി. ഞാൻ ഒരു മനുഷ്യനല്ലേ, എത്രയെന്ന് വെച്ചിട്ട് ക്ഷമിക്കുക. ലാസ്റ്റ് ഞാൻ ഇപ്പം മുഴ അതിന് ഒരു മുഴയുണ്ട്, അപ്പം അതൊക്കെ പൊട്ടിച്ച് ക്ലിയറാക്കി ആന ഉഷാറാക്കി എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ ആനേനെയൊക്കെ നന്നാക്കി കൊണ്ടുവരാം, അടിപൊളിയാക്കി എടുക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ ഈ വഴിയെ പോണ ആൾക്കാരുടെ അടുത്തുനിന്നൊക്കെ അത് കേൾക്കണേ. ഞാനൊരു പൂരപ്പറമ്പിലേക്ക് പോയി, ആൾക്കാർ എന്താ മുഴ ആ പാപ്പാൻ അടിച്ച് തല്ലി പൊട്ടിച്ച് വെച്ചതോട്ടോ ആദ്യം തന്നെ ആൾക്കാർ പറയുക. എന്നിട്ട് വഴിയെ പോണ ആൾക്കാരൊക്കെ എന്നെ പ്രാവുക. അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എൻ്റെ കുടുംബത്തിനെ എൻ്റെ ആൾക്കാരെയും തമ്മിൽ പ്രാവുക. അതുമാതിരി തന്നെ ആ NGOയുടെ ഒരു തന്നെ, അവൻ്റെ പേര് ഞാൻ പറയണില്ല, അവനാണ് നിരന്തരമായിട്ട് പരാതി കൊടുത്തുകൊണ്ട് നടന്നത്. എൻ്റെ പിന്നെ നീ ഇത്ര നാളായിട്ട് കണ്ടില്ലേ, നീ ഒരാനേനെ പരാതി കൊടുത്തു, അവരുടെ ഒരാനേനെ നീ കൊന്നു, അടുത്തൊരാനേനെ പരാതി കൊടുത്തു, നീ അവിടെ തറിയിൽ പിടിച്ച് കയറ്റി നിർത്തി. അത് കഴിഞ്ഞപ്പോൾ നീ ഇതിൻ്റെ പിന്നാലെ വന്നു. നിങ്ങൾക്ക് ഞാൻ എതിരെ സംസാരിക്കണമെന്നാണ് എൻ്റെ തെറ്റ്. എന്താ ഒരു മനുഷ്യനല്ല ഇതൊക്കെ ഞാൻ അനുഭവിക്കണതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ മെല്ലെ ആനയമേന്ന് മാറാം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മെല്ലെ മാറാം, ഞാൻ നിൽക്കണതല്ല അവരുടെ പ്രശ്നം. അപ്പം ഞാൻ ഈ ആനകളെ നോക്കി നന്നാക്കി ഉഷാറാക്കി രംഗത്തേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് അവർക്ക് പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോന്നും ഇത് തീരുന്ന് കൂട്ടമെന്ന് പറഞ്ഞ് വിധി എഴുതിയ ആനകളൊക്കെ കയറി വരുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റണില്ല. പിന്നെ ഞാൻ ഇവർക്കെതിരെ സംസാരിക്കുകയാണ്. ഞാൻ ഇവർക്കെതിരെയല്ല സംസാരിച്ചായിരുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിച്ചായിരുന്നു. അതായത് ഈ പൂരം നിലനിൽക്കണം, ഇവിടെ ആനകൾ വേണം. നമുക്ക് ഇനിയുള്ള വരുന്ന തലമുറയ്ക്കൊക്കെ ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് പൂരം വേണ്ട, പൂരത്തിന് വേണ്ട, ആചാരാനുഷ്ഠാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട, ആന എഴുന്നള്ളിക്കേണ്ട, ആനകളൊക്കെ വേണ്ട നമുക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വിഭാഗത്തിലല്ല, 90% ആൾക്കാർ അങ്ങനെയാണ്. ഇവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ NGOയുടെ 2-3 ആൾക്കാർ ഇവിടെ ഉള്ളവരുണ്ട്. NGO എന്ന് പറയുന്നത് അവർ അവകാശപ്പെട്ട് നടക്കുന്ന സംഘടനയാണ്, അവരെനിക്കറിയില്ല. അത് നിരന്തരം പരാതികൾ. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തിനും ഞാൻ ഇങ്ങനെയുള്ള ആനകൾക്ക് നിൽക്കണതുകൊണ്ടാണല്ലോ. നിങ്ങളൊക്കെ ഈ പരാതി കൊടുക്കുന്ന ആൾക്കാർ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒക്കെ വന്നിട്ട് നിങ്ങൾ ഒരു ദിവസം നിൽക്കണ ഒരു ആനയുടെ അടുത്ത് ഒരു കഷ്ടപ്പെട്ട് ഞാൻ മറ്റുള്ള ആൾക്കാർ ചെയ്യണ പോലെ ഒരു പനയുടെ പട്ട വെട്ടിയിട്ട് കൊടുത്ത് അവിടെ തിന്നോന്ന് പറഞ്ഞിട്ട് വഴി കെട്ടിയിട്ട് പോരല്ല. അതിൻ്റെ പിന്നാലെ ഇരിക്കുകയാണ്. ഒരു മുറിവ് വന്നാൽ ആ മുറിവ് ഉണങ്ങണ വരെ ഞാൻ അതിൻ്റെ മുട്ടിൽ നിന്ന് എനിക്ക് എൻ്റേതായ കാര്യങ്ങൾക്ക് പോലും ഞാൻ സമയം അല്ലെങ്കിൽ അതിന് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ ആനയുടെ കൂടെ തന്നെ ഫുൾ ടൈം. അതിൻ്റെ മുതലാളി ഉണ്ടല്ലോ അവിടെ. പിന്നെ കമൻറ്റുകൾ, എന്തൊക്കെ കമൻറ്റുകളാണ് വന്ന് കഴിഞ്ഞ സംഘമാലിൽ പോയി. ഒരു ആന അവിടെ ഒരു ആന തെറ്റിയിട്ട് ഒരു പയ്യനെ ചെയ്തു, അവിടെ പോയി. ഞാൻ അവിടെ മീൻകറി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ മറ്റേ മീൻകറി വെക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് മീൻ അടുപ്പത്ത് വെച്ച് വന്നിട്ടില്ല, കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് മേടിക്കാൻ പറ്റുന്ന സമയത്താണ് ആംബുലൻസ് വരുന്നത്. എന്നിട്ട് പറഞ്ഞ് കയറാൻ പറഞ്ഞു, കയറി. ഞങ്ങളവിടെ ചെന്നിട്ട് പറയാൻ പറ്റില്ല, കാരണം ആ പയ്യൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈവർ ചക്കനെ 3 ആനകൾ കൂടി പോണേൽ ഒരു വണ്ടി ആ ഡ്രൈവർ ആ പയ്യൻ അവനായിട്ട് ഇത്രയും കമ്പനിയുള്ള ചക്കന. ആ പയ്യനായിട്ട് എപ്പോൾ കണ്ടാലും പിൻചാട്ടാ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവിടെ നമ്മളോട് പറയണത് ഇങ്ങനെയാണ്, ഒരാന അവിടെ അങ്ങനെ ഇന്ന ആന ചെയ്തിട്ടുണ്ട്, ബോഡി വരെ എടുത്തിട്ടില്ല, അത് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയണേ. അപ്പം നമ്മൾ കണ്ട ഒരു ചക്കനെ, നമ്മൾ അത്രയും ബന്ധമുള്ളൊരു പയ്യൻ
അവൻ്റെ അടുത്തേക്ക് അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം തന്നെ അവിടെ നിന്ന് ഓടി ചാടി പറിച്ച് വണ്ടിയിൽ കയറി പോയി. അവിടെ ചെന്ന് നമ്മൾ കാണുന്ന സീൻ പറയാൻ പറ്റില്ല. ചെറുക്കൻ്റെ ശരീരഭാഗങ്ങളാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. ചെന്ന് ചവിട്ടണത് അതിലേക്കാണ്. ആകെ ഒരു ഇച്ചിരി പോകുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ, സോഷ്യൽ മീഡിയ, മാധ്യമങ്ങൾ, അത് ഇത് ലംഘലകള പ്രശ്നങ്ങൾ വേറെ. ആന അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആന അങ്ങനെ നിൽക്കുക. ഇത് മനുഷ്യന്മാരാണ്. നമ്മൾ ചെന്ന് കാണുന്നത് ഇങ്ങനെ ഒരു ഇതാണ്. നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരു പയ്യൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ട് അതേ ചവിട്ടിയിട്ട് നോക്കുമ്പോഴാണ് എടാ ചവിട്ടലടാ അതേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആനയുടെ മുമ്പിലേക്ക് നമ്മൾ പോകണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അല്ലാണ്ട് നമ്മളൊന്നും മറ്റേ ഇതിനകത്ത് കമൻറ്റ് കുറേ ആൾക്കാരെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്, വെടി വെച്ചിട്ട് തന്നെ ആനയെ കിട്ടി, അല്ലാണ്ട് അതിന് പിടിക്കാൻ കിട്ടണ്ടേ? ആന അങ്ങനെ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആനയല്ല. ആന അതുപോലെ ചാർജ് ചെയ്തിട്ട് വരണേ. അതുപോലെ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നിൽക്കണ സ്ഥലത്തേക്ക് ആന ഒരു നിഴലാട്ടം കാണുന്നിടത്തേക്ക് പറന്നാന വരണേ. അതിനെ ചെന്ന് ബെൽറ്റ് ഇടുകയോ അല്ലെങ്കിൽ കുടുക്കടിക്കാനൊക്കെ അടുത്ത് ചെന്നു എന്തെങ്കിലും മിസ്റ്റേക്കിന് പറ്റി വഴുതി വീണ് പോയാൽ പിന്നെ കഴിഞ്ഞു. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഓടിപ്പോണത്. ഇത്രയും ജനങ്ങൾക്ക് ആയിട്ട് ഒരു ആന അവിടെ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇത്രയും കൊല്ലം ഈ ഒരു പണിയിൽ നടക്കുകയാണ്. നമ്മൾ തെറ്റണ ആനകളൊക്കെ നമ്മൾ കൊണ്ടുനടന്നിട്ടുള്ളതല്ല. അപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പം അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ കുറേ BGM ഇട്ടിറക്കണു, കുറേ ആൾക്കാർ കുറേ മറ്റേ സാധനം ഇട്ടിറക്കണം. അതിൻ്റെ അടിയിൽ ഒരാവശ്യമില്ലാത്ത ആൾക്കാർ വന്നിട്ട് കണക്കണ വർത്താനം പറയണം. ശരി, വെടി വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അത്രയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയില്ലേ, നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇതുപോലെ മുമ്പിൽ ചാർജ് നിന്ന് നിൽക്കണ ഒരു ആന വിറയ്ക്കും. പറ്റും, വീട്ടിലിരുന്നിട്ട് കമൻ്റ് എഴുതിയിടാൻ പറ്റും, അതൊക്കെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കുറേ വർഷങ്ങളായി എൻ്റെ പിന്നാലെ നടന്നിട്ട് കുറേ ആൾക്കാർ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിട്ട് ചെയ്യണ വീഡിയോയിൽ ഞാൻ ആരെങ്കിലും വലുതും പറയണ്ടേ? ഇവരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തവരാരെങ്കിലും ഞാൻ പറയുന്നുണ്ടോ? ഞാൻ ഒരു ആനക്കാരെ പറ്റി പറയുന്നുണ്ടോ? ഒരു മുതലാളിമാരെ പറ്റി ഞാൻ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു ആനയെ ഞാൻ മോശമായി പറയുന്നുണ്ടോ? ഇപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പഴയ വേളൂപ്പറമ്പിൻ്റെ ആനയില്ലേ, ഇപ്പം നമ്മൾ കൊടുത്തല്ലോ, ആ ആനയുടെ അവിടുത്തെ ആരമാണ്. എനിക്ക് തോന്നുന്നു അവരാരെങ്കിലും മറ്റേ അവിടുത്തെ ഏതെങ്കിലും ചെക്കന്മാരായിരിക്കും വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആന നന്നാവും എന്ന് പറഞ്ഞത്. ആന അനന്തകൃഷ്ണൻ ദേവികൃഷ്ണൻ ആന ഞാൻ മാറിയ കാരണം കൊണ്ട് ഇനി ആന നന്നാവും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ നിന്നിട്ട് ആന മോശമാവുകയുള്ളൂ ചെയ്തേ. നിനക്കും അല്ലെങ്കിൽ നിന്നെ പോലുള്ള 2-3 ആൾക്കാർക്ക് മാത്രമേ തോന്നണുള്ളൂ. എന്നിട്ട് ഞാൻ നിനക്കത് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ നീ ഓക്കെ ചേട്ടായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ മേഡം മോനെ എന്തിനാ നീ എന്നെ ശല്യപ്പെടുത്തണം എന്നുള്ള ഞാൻ ചോദിച്ചു. അതുപോലെ കുറേ ആൾക്കാരുകൾ എന്നെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതായി പ്രശ്നം. ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ എൻ്റെ ചാനൽ അല്ലെങ്കിൽ വീഡിയോസുകൾ കാണുന്നു. ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. എല്ലാവരും ഒരുമിച്ച് പറയണം മിനിറ്റയുടെ വീഡിയോ നിർത്തി, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്തി പോകേണ്ടിയല്ലേ പറ്റും, നിർത്തി പോവല്ലേ ചെയ്യും. പിന്നെ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ എന്നെ അങ്ങനെ നിങ്ങൾ പേടിപ്പിക്കാൻ ശ്രമിക്കല്ലേ? അനുഭവിക്കാവുന്നതിൻ്റെ ഒരു മാക്സിമം വേറെ ഒരു തെറ്റ് ചെയ്തില്ല. ഈ വയ്യാത്ത ആനകളെ നോക്കി നന്നാക്കി ഐറ്റങ്ങൾ നല്ല രീതിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ അമ്പാടിക്കണ്ണം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കുരിശുമ കയറിയ ആളാണ്. ആ ആന അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കൈ കെട്ടി നോക്കി നിൽക്കാനേ പറ്റി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെ ആയിരുന്നു കാര്യങ്ങൾ. തലേദിവസം വരെ ഞാൻ ചോറ് കൊടുത്ത് നിർത്തി ആന പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മരണപ്പെട്ട് പോവാണ്. അതിങ്ങനെ വന്ന് പറയണവർക്ക് ഭയങ്കര ഇതായിട്ട് പറഞ്ഞ് പോവാം. അനുഭവിച്ചത് ഞങ്ങൾക്കൊക്കെ ഇല്ലേ, ഞങ്ങൾ 2-3 ആൾക്കാർ കണ്ണീക്കടയില്ലേ, കണ്ണീരെല്ലായിരുന്നു എന്ന് പറഞ്ഞത്, ചോരയായിരുന്നു എന്ന് പറഞ്ഞത്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബത്തുള്ളവർ, നിങ്ങൾക്ക് അത്ര ചുറ്റിപ്പറ്റിക്കുന്ന ഒരാൾ വരിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് മറ്റുള്ള ആനകൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ആർക്കും വേണ്ടാത്ത ആനകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ നോക്കി നന്നാക്കി നമ്മൾ എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന കൈകാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. സാധാരണ ഒരു ആനയ്ക്ക് നിൽക്കണ പോലെയല്ല. ഒരു പരിപാടി സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ വിടണം. അവിടെ ചെന്നുള്ള പട്ടം നമ്മുടെ ആനയ്ക്ക് ആവില്ല. ഈ അരവിന് മിസ്റ്റേക്കുള്ള ആനയ്ക്കും വയറ് ക്ലീൻ അല്ലാത്ത ആനയ്ക്കും വാഴപ്പുല്ല് വെട്ടണം. ഈ ഉറക്കം ഉളച്ച് നിൽക്കേണ്ട പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് ഉറക്കം ഉളച്ച് നിന്നിട്ട് പിള്ളേർ പോയി തീറ്റ വെട്ടി കൊണ്ടുവരണം.